മേരി മാഡത്തിന്റെ മുമ്പിൽ കൂടി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ ശ്വാസം നിന്ന പോലെ ആയിപ്പോയി. ജസ്റ്റ് എസ്കേപ്പാ. ഈശ്വരൻ കാത്തു. പറഞ്ഞ ഒക്കെ തന്റെ അമ്മ ഓർത്തിട്ടാ. തന്നെ കണ്ടില്ലെങ്കിൽ ചത്തുകളയൊന്ന് പറഞ്ഞു എന്ന് അറിഞ്ഞതുകൊണ്ടാ ഞാൻ ഈ റിസ്ക് എടുത്തത്. അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്ന എന്റെ പേടി. താൻ ടെൻഷൻ അടിക്കാതിരിക്കടോ, ഒന്നും ഉണ്ടാവില്ല. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എന്നെ കണ്ട ആരെങ്കിലും തിരിച്ചറിഞ്ഞ പ്രശ്ന. അമ്മയെ കണ്ടിട്ട് പെട്ടെന്ന് വരണം. ഹലോ, പേടിക്കണ്ട. ഐ എം CI വിഘ്നേഷ്. ഇവിടെ വരുന്നവരെയും പോകുന്നവരെയും നിരീക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പരിസരത്ത് പോലീസിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ. കുട്ടിയേതാ? നീ അവനല്ലേ? വേഗം പിടികിട്ടി ഡിഗ്ഗിലാകാരെ പിടിച്ചത്. എന്താണോ നോക്കിയിരിക്കുന്നത്? പോയി തൂക്കിയെടുത്തോണ്ട് വേണോ? ഞാൻ തന്നെ വേണോ? പിന്നല്ലാതെ ഹലോ, മലയാള മനോരമല്ലേ? അതെ, നമ്മുടെ ഹോം മിനിസ്റ്ററുടെ കൊലയാളിയില്ലേ രമേശ്? അവൻ തന്നെ. അവനെ CI വിഘ്നേഷ് പിടികൂടി. പുള്ളിയുടെ ഫോട്ടോ ഇപ്പൊ തന്നെ ഓഫീസിൽ എത്തിച്ചേക്കാം. ഒന്ന് കാര്യമായിട്ട് കൊടുത്തേക്കണേ. ഹലോ, മാതൃഭൂമി. ഈ CI വിഘ്നേഷ് ആരാണെന്ന് നീ ഇന്നറിയും. പിടിച്ചോ അവരെ. ആ സ്റ്റുഡിയോയിൽ വിളിച്ച് ഫോട്ടോഗ്രാഫർ വരാൻ പറ. എന്താണ് സർ? അവൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാ. എന്താണോ ഇത്? ഇനി പോലീസ് മാർഗം. കല്ലെറിഞ്ഞ് വീഴ്ത്തണോ അവനെ? ചറ പറയണോ? ഇത് തടുക്കണം. കുത്തി ഇറങ്ങി അവനെ പിടിച്ചോ? ഇല്ല സാർ. അതെങ്ങനെ? ബോധം കെട്ടുവിടാൻ സാറിനെ ഹോസ്പിറ്റലിൽ എത്തിക്കോ അതോ അവനെ പിടിക്കാൻ പോവോ? പിന്നെ താൻ തന്നെ പ്രതിയെ പിടിച്ചു എന്ന് പറഞ്ഞ എല്ലാ പത്രത്തിലും വിളിച്ചു പറഞ്ഞു എന്തിന്? അതങ്ങനെയല്ലേ സാർ. കർത്താ സാറിന്റെ നേതൃത്വത്തിൽ CI വിഘ്നേഷ് പ്രതിയെ പിടിക്കും. തന്നെ സാർ സ്ട്രെയിൻ ചെയ്യരുത്. നെഞ്ചിന്റെ സെൻട്രൽ പോയിന്റിലാ കമ്പ് കൊണ്ടത്. അതുകൊണ്ടല്ലേ സാർ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവനെ പിടിക്കാൻ പറ്റിയില്ലല്ലോ. സിറ്റി മുഴുവൻ അവൻ അരിച്ചു പറക്കുന്നുണ്ട് സാർ. അവൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല സാർ. അവനൊരു പഠിച്ച കള്ളനാണ്. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? അതല്ല സാർ, അവനൊരു കായംകുളം കൊച്ചുണ്ണിയാണ്. അവൻ കായംകുളം കൊച്ചുണ്ണിയാണെങ്കിൽ ഞാൻ ഇത്തിക്കര പക്കിയ. അതെനിക്കറിയാം സാർ.
എടോ മിനിസ്റ്ററുടെ പേഴ്സണൽ ഫോണിലേക്ക് വന്ന നമ്പറുകൾ ട്രേസ് ഔട്ട് ചെയ്തോ? ഉവ്വ് സർ. 7 മണിക്ക് വിളിച്ചത് ലീഡർ KR ആണ്. 7:15 വിളിച്ചത് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ്. 7:30 വിളിച്ചത് പാപ്പച്ചൻ ഗ്രൂപ്പ് MD പാപ്പച്ചനാണ്. 7:40 45 വിളിച്ചത് മിനിസ്റ്ററുടെ 2 സ്ഥിരം കക്ഷികളാണ്. അതാര്? മിനിസ്റ്ററുടെ 2 വീക്ക്നെസ്സുകൾ. അവർ ആ സമയത്ത് അവിടെ വരാനും സാധ്യതയില്ല. കാരണം അവര് അതർവൈസ് എൻഗേജ്ഡ് ആയിരുന്നു. സംവെയർ എൽസ് വിത്ത് സം അതർ പേഴ്സൺസ്. അതൊക്കെ സാറിനോട് പറയാൻ എനിക്ക്. ഓ എന്തൊരു വെയില. പമ്പെന്ന് ഇറങ്ങാൻ 10 മിനിറ്റ് താമസിച്ചു മുതലാളി. അയ്യോ നിക്കടാ അവിടെ. എന്നെ ഒന്നും ചെയ്യില്ല സാറേ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ നീ എന്തിനാടാ ഓടിയത്? പേടിച്ചിട്ടാ. മന്ത്രിയെ കൊന്ന് ഞാനാണെന്ന് പറഞ്ഞ് പോലീസ് തപ്പുണ്ടെന്ന് പറഞ്ഞു. സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. കൊല്ലാൻ വന്നവരെ ഞാൻ കണ്ടു എന്നുള്ളത് നേരാ. പുതിയൊരു തെളിവ് കിട്ടിയിട്ടുണ്ട് സാർ. മിനിസ്റ്റർ കൊന്നയാളെ ഇവൻ കണ്ടു. എന്താ നിന്റെ പേര്? അറുമുഖൻ. ഓ, മിനിസ്റ്ററുടെ കുക്കായിരുന്നു അറുമുഖൻ. നീ എന്തിനാ ഇവിടെ വന്നത്? ജോലി ചെയ്യുന്ന പമ്പിലെ മുതലാളി പനിയായിട്ട് കിടക്കുന്നുണ്ട്. തൊട്ടടുത്ത മുറി മാറി കയറിയതാ. നടേശൻ മിനിസ്റ്ററെ കൊല്ലാൻ വന്നവരെ നീ എങ്ങനെയാ കണ്ടത്? അത് സാർ, ഇവനെ വിശ്വസിക്കരുത് സാർ. ഇവന്റെ സംസാരം കേട്ടിട്ട് ഇവനും കൊലപാതകത്തിൽ പങ്കുണ്ട്. ഇല്ല സാർ. മിനിസ്റ്റർ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് എന്റെ കരണക്കുറ്റിക്ക് അടിച്ച അവിടുന്ന് ജോലിന്ന് പുറത്താക്കിയത്. പെങ്ങടെ കല്യാണത്തിന് കുറച്ച് കാശ് കടം ചോദിച്ചു എന്നല്ലാതെ മറ്റൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. മിനിസ്റ്റർ മരിച്ചന്ന് രാത്രി അങ്ങോട്ട് കാറ് പോകുന്ന കണ്ടു. മുഖത്ത് നോക്കി 2 വർത്താനം ചോദിക്കാൻ ചേട്ടാ ഞാൻ അങ്ങോട്ട് കയറി ചെന്നത്. എന്നിട്ട് അപ്പോ പെട്ടിക്കടയുടെ മുന്നില് പോലീസ് ജീപ്പ് കിടക്കുന്ന കണ്ടു. പോലീസ് ജീപ്പോ? അതെ സാർ. നീ കണ്ടോടാ? കണ്ടു സാർ. ചുമ്മാതെ കള്ളം പറഞ്ഞ ഇടിച്ചു നിന്റെ കൂമ്പിളക്കം. നീ കണ്ടോടാ? കണ്ടോടാ? താനൊന്ന് അടങ്ങടോ, അവൻ പറയട്ടെ. അല്ല സാർ, ഇവൻ പറയുന്ന കേട്ട പോലീസുകാരാണ് ഇത് ചെയ്തതെന്ന് തോന്നും. പോലീസുകാരെന്താ ഇതിന് മോശാണ്? അയ്യോ പുള്ളിയോ? പോലീസുകാർ ഒരുപാട് തല്ലിയല്ലേ? രമേശ, ഞാനൊരു കാര്യം പറയട്ടെ. ആണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നായിരുന്നു എന്റെ വിചാരം. പക്ഷെ ഇപ്പോ തന്നെ ഇത്ര അടുത്ത് പരിചയപ്പെട്ടപ്പോ ഐ തിങ്ക് യു ആർ എ ജെന്റിൽമാൻ. ലീഡർ KRന്റെ കൊച്ചുമോൾക്ക് ആദ്യമായിട്ട് ഇങ്ങനൊരു ഫീലിംഗ്. മനസ്സിന്റെ പിടി വിട്ടുപോകുമെന്നൊരു തോന്നൽ. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. തന്നെ ഇനി ഇവിടെ ഇങ്ങനെ നിർത്തിയാൽ ശരിയാവില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ അമ്മയെ ഓർത്തിട്ടാ. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴേ ഈ നാട് വിട്ടേനെ. പേടിച്ചു പോയോ? ഞാൻ ചുമ്മാ പറഞ്ഞതാ. രമേശൻ എങ്ങോട്ടും പോണ്ട. സത്യം പറഞ്ഞ തന്നെ കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാ ഞാൻ. താൻ എന്നും എന്നോടൊപ്പം ഉണ്ടാവണമെന്നൊരു തോന്നൽ.